ഹലോ! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ ഐലൻഡ്സ് ഓഫ് അഡ്വെഞ്ചർ പാർക്കിലെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് സ്കൾ ഐലൻഡ് റെയിൻ ഓഫ് കോങ് എന്ന് പറഞ്ഞുള്ള ഒരു അഡ്വെഞ്ചർ എക്സ്പ്ലോർ ചെയ്യാനാണ്. ഇത് നമ്മുടെ കിങ് കോങ് മൂവിയില്ലേ അതിലുള്ള സീക്വൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സിമുലേറ്റർ റൈഡാണ്. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതിൽ യൂസ് ചെയ്ത പ്രോപ്പർട്ടീസും അതിലുള്ള വിഷ്വൽസൊക്കെ കുറച്ച് കുറച്ച് വിഷ്വൽസൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യൂ നിൽക്കുമ്പം ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ആ റൈഡിലേക്ക് പോണത്. അപ്പോൾ നല്ലൊരു രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഫ്ലൈറ്റ് ഓഫ് ദി ഹിപ്പോഗ്രിഫ് എന്ന് പറഞ്ഞുള്ളൊരു ആക്ടിവിറ്റിയാണ്. ഇതൊരു മിനി റൈഡാണ്. ഇത് മെയിൻലി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, ബട്ട് അഡൾട്ട്സിനും പോവാം. അതൊരു ഫ്യൂ സെക്കൻഡ്സ് മാത്രമേ ആ ലെങ്ത് ഉണ്ടായിരുന്നുള്ളൂ ആ റൈഡിൻ്റെ. കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ നീലിന് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല, കാരണം അവനക്ക് കുറച്ചുകൂടി സ്പീഡിൽ പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഇതിൻ്റെ വെയിറ്റിംഗ് ടൈം 1 മിനിറ്റ് എങ്ങാനേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവിടേക്ക് പോയത്. പിന്നെ നമ്മൾ ഇന്നലെ ചെയ്ത കുറേ ആക്ടിവിറ്റീസ് നമ്മൾ ഡേ 2ലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. Nice to meet you. Are you feeling extra brave? Do you want to try giving her a little pet? That's okay. You don't have to if you don't want to. Do you want to try back here away from the teeth? Yeah, how about right there on her back? Good girl, Kilo. Good job. We just started letting people pet her. That's very, very new. We weren't sure for a while how she was going to handle people being quite that close to her face, but she's been doing pretty well so far. Would you like to get a picture? Yes, of course. Come on in. അങ്ങനെ നമ്മൾ ഡേ 2ലുള്ള ആക്ടിവിറ്റീസൊക്കെ മോസ്റ്റ്ലി നമ്മൾ കവർ ചെയ്തു. ഇനി ഡേ 3, ഡേ 4 നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് ആണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോസൊക്കെ കണ്ടിട്ട് വരാം. നമ്മൾ രാവിലെ 7 മണിക്കാണ് ഈ പാർക്കിലെത്തിയത്. റഷ് കൂടുന്നതിന് മുന്നേ ഇവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണാം, നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു റോപ്പ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവർ നമ്മളെല്ലാവരെയും പാർക്കിനുള്ളിലേക്ക് കടത്തി വരുന്നതിന് മുന്നേ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾക്ക് പറഞ്ഞതാണ്. കൂടാതെ ഓരോ ഷോസിൻ്റെയും ഓപ്പണിംഗ് ടൈം, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പറഞ്ഞതാണ്. അതുകൂടാതെ അവർ റോപ്പ് എടുക്കുമ്പോൾ നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ട് ഓടുമല്ലോ. അപ്പോൾ ഓടുമ്പം ആരെയും പുഷ് ചെയ്യരുത്, നിങ്ങൾക്ക് പരിക്ക് പറ്റാനുള്ള ചാൻസസ് കൂടുതലാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇന്നത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി എസ്കേപ്പ് ഫ്രം ഗ്രിംഗാർഡ്സ് എന്നൊരു ഹാരി പോട്ടർ മൂവിയിലുള്ള ഒരു സീക്വൻസ് ആണ്. ഇതൊരു സിമുലേറ്റർ റൈഡാണ്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് കഴിഞ്ഞപ്പം. ഇതിനുള്ളിലുള്ള സെറ്റിങ്സ് ഭയങ്കര അമേസിങ് ആയിരുന്നു. അതിലുള്ള മൂവിയിലുള്ള എക്സാക്റ്റ് സെയിം സെറ്റിങ്സ് ആണ്, വിഷ്വൽ ആണ് അവിടെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ നമ്മൾ ന്യൂസ് പേപ്പറിലുള്ള കാണുന്ന മൂവിങ് ഇമേജസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെയും. എക്സാക്റ്റ് ആ മൂവിയിലുള്ള സംഭവങ്ങൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക്
ഈ റൈഡിൻ്റെ വിഷ്വൽസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മുടെ ഫോൺസൊക്കെ ലോക്കിൽ വെച്ചിട്ട് വരണമെന്നാണ് അവിടുത്തെ റൂൾ ഉണ്ടായിരുന്നത്. Weasley's wildfire whiz bangs. Fireworks from my brother's friend George. Bilbois, what are you doing here? This is my office, Lord. The question is, all you have to do is ask. Accio Keys. With sudden and dramatic acceleration, climbing, stopping and diving. Even some in the magical community. അങ്ങനെ നമ്മൾ ഈ റൈഡ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. ഡ്രാഗൺ ആലി എക്സ്പ്ലോർ ചെയ്യാണ്. ഡ്രാഗൺ ആലി ആ മൂവിയിൽ കാണിച്ച അതേ വിഷ്വൽസും ബിൽഡിങ്സൊക്കെയാണ് അവർ റീക്രിയേറ്റ് ചെയ്തത് ഇവിടെ. അതുകൂടാതെ കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാജിക് വാൺസ് യൂസ് ചെയ്തിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും അവിടെ ഉണ്ടായിരുന്നു. ഈ മാജിക് വാണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ വാണ്ടിൻ്റെ അറ്റത്ത് ഒരു ഇൻഫ്രാറെഡ് എമിറ്റർ ഉണ്ട്. അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ രണ്ടാൾ നടന്നു വരുമ്പം നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ ഏത് റൈഡിലേക്കാണ് അടുത്തത് എക്സ്പ്ലോർ ചെയ്യാൻ പോണതെന്ന്? റിവെഞ്ച് ഓഫ് ദ മമ്മി കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. ഇത് ഇൻഡോർ സിമുലേറ്റർ റൈഡാണ്. 45 miles/hour ആണ് ഈ റൈഡിൻ്റെ സ്പീഡ്. ഇതിൻ്റെ വിഷ്വൽ എഫക്റ്റ് ആയാലും സ്പീഡായാലും ഒക്കെ അടിപൊളിയായിരുന്നു. ഞാൻ അതിൻ്റെ കുറച്ച് വിഷ്വൽസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. അടുത്ത നമ്മൾ പോണത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു സിമുലേറ്റർ റൈഡാണ്. ഇതിൻ്റെ വെയിറ്റിംഗ് പീരിയഡ് 5 minutes ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. പിന്നെ ആ മൂവിയിൽ യൂസ് ചെയ്ത കാർസാണ് ഇവിടെ അവർ ഷോ ചെയ്തിരിക്കുന്നത്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ട്രാൻസ്ഫോമേഴ്സ് 3D സിമുലേറ്റർ റൈഡാണ്. അതിൻ്റെയും കുറച്ച് വിഷ്വൽസ് നമുക്ക് കണ്ടിട്ട് വരാം.
അങ്ങനെ ആ ഒരു 3D റൈഡ് കഴിഞ്ഞ് പുറത്തെത്തിയപ്പോൾ ഈ 3 ട്രാൻസ്ഫോമേഴ്സിൻ്റെയും ഒരു ഷോ ഉണ്ടായിരുന്നു. അതായത് ബംബിൾ ബി, ഒപ്റ്റിമസ് പ്രൈം, മെഗട്രോൺ. ഇതാണ് ഈ 3 ട്രാൻസ്ഫോമേഴ്സിൻ്റെ പേര്. കുട്ടികളോടുള്ള ഇൻട്രാക്റ്റീവ് സെഷനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നീലിന് ഭയങ്കര ഇഷ്ടമായി ഇത് കണ്ടപ്പോൾ. കാരണം അവന് ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഫാനാണ്. ഞങ്ങളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഒരു മിനിയൻസ് കഫേ. മിനിയൻസ്. Okay, if you want to record it, I can grab it. Oh yeah, record. Yeah. Video. Let me know when you're ready. Okay, I'm ready now. Okay, so you take the photos out. And you put the അങ്ങനെ നമ്മൾ മിനിയൻസ് കഫേന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് മെൻ ഇൻ ബ്ലാക്ക് ഏലിയൻ അറ്റാക്ക്, ഒരു സിമുലേറ്റർ റൈഡാണ്. ഇതും മെൻ ഇൻ ബ്ലാക്ക് എന്ന് പറഞ്ഞ മൂവി ബേസ്ഡ് ആയിട്ടുള്ളൊരു റൈഡ് തന്നെയാണ്. ഇനി നമുക്ക് ആ വിഷ്വൽസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് റേസ് ത്രൂ ന്യൂയോർക്ക് സ്റ്റാറിംഗ് ജിമ്മി ഫാലൻ. ഇതൊരു 3D റൈഡാണ്. ഞാൻ ഇതിൻ്റെ വിഷ്വൽസ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം. You made it. This is the place to be. I'm your host, Jimmy Fallon, and this is the race through New York. Race through New York City. You're gonna see it all. You're gonna see Times Square, the Statue of Liberty, the Empire State Building. But before we start, I want to tell you about some very important safety precautions. But I don't want to talk about them. That's boring. I want to rap about them. Do you know what I'm saying, Jay? Yeah, Jimmy, I think you're saying you want me to rap the race through New York safety precautions. That's right, Roots. Give me a beat. In a suitable ride for you. Other people were unable to have a mission and over the valley is back, neck, or heart condition. You better start to listen. 4, 3. And here he is once again, Jimmy Fallon. Hey, it is time to race through New York. You know the course, you know the rules. First one back wins the Tonight Show Cup. Higgins, can you count us down, please? Ready, set, let's go! Anyone else? That hole was already there. New York City, the lights, the sound, the traffic. Hey, watch it. You talking to me? Is he talking to me? Pardon me, go through everybody. Excuse me. Hey, it's the red top. Oh, it's on now. Quick, hold your breath. Stay in school, kids. You get it? School of... Yeah. I'm winning the race. Panda. Hashtag, why are you on top of the Empire State Building? And why are you 300 feet tall? No. Hashtag, let them go. No, bad panda. നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് വില്ലൻ കോൺ മിനിയൻസ് എന്നൊരു ഇൻറ്ററാക്റ്റീവ് ഫൺ സെഷനാണ്. ഇതിൻ്റെ വീഡിയോസ് കുറച്ച് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് കണ്ടിട്ട് വരാം. Thank you. See ya.
കുറേ നടത്തതിന് ശേഷം നമ്മളിപ്പോൾ സിംസൺസ് ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്ന് എൻ്റെ കാല് പണിയായിപ്പോയി, നടക്കാനൊരു വിധത്തിലും പറ്റുന്നില്ല. ഇവിടെ 9 മണിക്കാണ് ഈ പാർക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ അതുവരെ നമുക്ക് ടൈമുണ്ട്. രാവിലെ തന്നെ നമ്മൾ ET അഡ്വെഞ്ചർ എന്ന് പറഞ്ഞ ഒരു ബൈസിക്കിൾ വെർച്വൽ റൈഡാണ് കാണാൻ വന്നത്. ഇത് 1982 റിലീസ് ചെയ്ത ET ദി എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞ ഒരു മൂവീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡാർക്ക് റൈഡ് എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ET എന്ന് പറഞ്ഞ ഒരു ഏലിയൻ്റെ ഹോം വേൾഡ് ഗ്രീൻ പ്ലാനറ്റ് എന്ന് പറഞ്ഞൊരു പ്ലാനറ്റാണ്. അവിടെ ETയുടെ ഫ്രണ്ട്സ് ഡേഞ്ചറിലാണ്, കാരണം ആ പ്ലാനറ്റ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹെൽപ്പ് വേണം ETക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട്. സോ നമുക്കവിടെ പോവാൻ ഒരു ഇൻ്റർ പ്ലാനറ്ററി പാസ്പോർട്ട് അവർ തരും. ചെറിയൊരു കാർഡാണ്, നല്ല വിഷ്വൽസും ഒക്കെ ഉള്ള ഒരു റൈഡാണ്. ഞാൻ അതിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം. ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഹോളിവുഡ് റിപ്പ് റൈഡ് റോക്കറ്റ് എന്ന് പറഞ്ഞ ഒരു റോളർ കോസ്റ്ററിലേക്കാണ്. ഇതെല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു റോളർ കോസ്റ്ററാണ്. ഇതിൻ്റെ സ്പീഡ് 65 miles/hour ആണ്. ഈ റൈഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ സീറ്റിലും മ്യൂസിക് ഡിവൈസസ് ഉണ്ടാവും. അതിൽ നമുക്കിഷ്ടമുള്ള പ്ലേലിസ്റ്റ് നമുക്ക് പ്ലേ ചെയ്യാം. അങ്ങനെ ഈ 5 ദിവസം നീണ്ടു നിന്ന യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഫൺ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വ്ലോഗായിട്ട് കാണുന്നവരേക്കും ബൈ.